ഇവിടെ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നുവെച്ചാൽ വളരെ വ്യക്തമായിട്ടും തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി എന്നാണ് മുൻ ഡി ജി പി ആയിട്ടുള്ള ബി സന്ധ്യ പറയുന്നത്. അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ എവിടെ? ആ തെളിവുകൾ എന്തുകൊണ്ട് മജിസ്ട്രേറ്റ് കണ്ടില്ല? ആ ചോദ്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ വരുന്ന സമയത്ത് ചോദിക്കാം. പക്ഷെ പ്രശ്നം ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ കേസ് ആര് വാദിക്കും? കാരണം കേസ് വാദിക്കുന്ന വക്കീലുകൾ മാത്രമാണ് ഇനി അവിടെയുണ്ട്. സാക്ഷി വിസ്താരങ്ങളൊന്നും ഉണ്ടാവില്ല. ഹൈക്കോടതിയുടെ മുന്നിലും പിന്നെ സുപ്രീം കോടതിയുടെ മുന്നിലൊക്കെ പോകുന്ന സമയത്ത് ഇനി വക്കീൽമാർ തമ്മിലുള്ള മത്സരമാണ്. അവിടെ ഇന്ത്യയിലെ പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാരെ അവതരിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും പ്രതികൾ തയ്യാറാവും. എത്ര കോടി കൊടുത്താലും അവർ കൊണ്ടുവരും. ഹാരിസ് സാൽവെ പോലെയുള്ള വക്കീൽമാർ കോടതിയിൽ ഒരു പ്രാവശ്യം ഹാജരാകുന്നതിന് 20 ലക്ഷമാണ് അവരുടെ ഫീസ്. അത്തരം വക്കീലന്മാർ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുമ്പോൾ വാദിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് വേണ്ടി അതുപോലത്തെ ഒരു വക്കീലിനെ നിങ്ങൾ കണ്ടെത്തുമോ? സർക്കാരിനോടുള്ള നമ്മുടെ ചോദ്യം അതാണ്. അതിജീവിതയുടെ കൂടെ നിൽക്കുന്നവരോടുള്ള ചോദ്യം അതാണ്. അങ്ങനെ അത് കണ്ടെത്തുകയും ഈ കേസിൻ്റെ ശരിയായിട്ടുള്ള വിഷയം എന്നുവെച്ചാൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ കൊട്ടേഷൻ കൊടുത്തതെന്നുള്ളത്, ദിലീപ് അല്ലെങ്കിൽ വേണ്ട വേറെ ആര്, അത് കൃത്യമായിട്ട് ഈ സമൂഹത്തോട് പറയാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മുടെ നീതിപീഠത്തിനുണ്ട്, നമ്മുടെ സർക്കാരിനുമുണ്ട്.